മാഞ്ഞാലി അൻസാറുൽ ഇസ്ലാം സംഘം യു പി സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. വിദ്യാലയത്തിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം മന്ത്രി നിർവഹിച്ചു. മാഞ്ഞാലി അൻസാറുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിലുള്ള മാഞ്ഞാലി AIS യു പി സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിദ്യാലയത്തിന്റെ വാർഷിക ആഘോഷവും വിപുലമായ പരിപാടിയോടു കൂടിയാണ് ആഘോഷിച്ചത്. മന്ത്രി പി രാജീവ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ തവണ വന്നപ്പോൾ 4 കമ്പ്യൂട്ടർ വേണമെന്ന് തരാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. എന്നെ ക്ഷണിക്കാൻ വിളിച്ച സന്ദർഭത്തിൽ അദ്ദേഹം അത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ SIF അവരുടെ CSR ഫണ്ടിൽ നിന്ന് 4 കമ്പ്യൂട്ടറുകൾ നിങ്ങൾക്ക് നൽകുന്ന കാര്യം ഇവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുക. ഈ പ്രഖ്യാപിച്ചു പോയിട്ട് അധികം വൈകണ്ട, അതിപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഒരു നിങ്ങൾക്ക് സ്വസ്ഥമായ നന്നായി അസംബ്ലി കയറാവുന്ന സംവിധാനം ഏപ്രിൽ മാസം മുതലുള്ള ഫണ്ടിനായിരുന്നു. ഞാനിപ്പോൾ സാമ്പത്തിക വർഷം തീരാറുണ്ട്. എന്നാലും മുൻകൂട്ടി തന്നെ അതിനുള്ള അനുമതി നിങ്ങൾ അതിൻ്റെ ഒരു അപേക്ഷ നൽകുന്ന മുറയ്ക്ക് അപ്പോൾ കരുമാലൂർ പഞ്ചായത്തിൽ പലിശയെ കണ്ടെത്താൻ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നതാണ്. ഇവിടെയും ഈ വിദ്യാലയം ഏറ്റവും മികച്ച രീതിയിലാണ് ഭാവി തലമുറയെ രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന മാനേജർ ശ്രീ മുഹമ്മദ് അലിയെയും അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയെയും ടീച്ചേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ച് സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TA മുജീബ് നിർവഹിച്ചു. ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലവും ഈ വാർഡിന്റെ മെമ്പറായി ഈ സ്കൂളുമായി ഏറ്റവും കൂടുതൽ കാര്യങ്ങളിൽ ഇടപെട്ട് ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനമായി തോന്നുന്നു. സ്കൂൾ മാനേജർ മുഹമ്മദ് അലി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ക്ലാസ് റൂമുകൾ അടങ്ങിയ കെട്ടിടമാണ് നമ്മൾ പണികഴിപ്പിച്ചിട്ടുള്ളത്. അത് ഈ അൻസാറുൽ ഇസ്ലാം സംഘം വളരെയധികം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനിയും ഇവിടെ കെട്ടിടങ്ങൾ ഉയരേണ്ടതുണ്ട്. ഞങ്ങളുടെ സംഘം കമ്മിറ്റിയുടെ തീരുമാനം തന്നെ നമ്മൾ ഇവിടെ വലിയ തുക കൊടുത്ത് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പോയി കിട്ടുന്നതിനേക്കാൾ സൗകര്യം നമ്മളിവിടെ തയ്യാറാക്കി എടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ കൂടിയാണ് ഇന്ന് നമ്മുടെ സംഘം കമ്മിറ്റി പോകുന്നത്. കുട്ടികൾ വീട്ടിൽ നിന്ന് വന്നാൽ മതി. ഇവിടെ പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്, വൈകുന്നേരം ക്ലീനായിട്ട് പോവാം. നമുക്കിവിടെ ഗതാഗത സൗകര്യമുണ്ട്. കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AB അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു. കൈനടി സ്റ്റീൽസ് ആൻഡ് അലോയ്ഡ് ഡയറക്ടർ പഖലിഷ കള്ളിയത്ത് വിശിഷ്ടാതിഥിയായിരുന്നു. 60 വർഷങ്ങൾക്ക് മുന്നേ അൻസാരി ഇസ്ലായി സംഘവും ചേർന്ന് കൊണ്ടുവന്ന സ്ഥാപനമാണ് ഈ സ്കൂൾ. ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം ഈ സ്കൂൾ പകർന്നു കൊടുത്തിട്ടുണ്ടാകും. വാർഡ് മെമ്പർ സാജിദ നിസാർ, സ്കൂൾ HM സീനിയർ ടീച്ചർ, PTA പ്രസിഡന്റ് ജമാലുദ്ദീൻ സാഹിബ്, സെക്രട്ടറി CE ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു.